കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയെ ലക്ഷ്യമിട്ട് സംസ്ഥാനത്ത് ഒരു സംഘടിത പ്രചാരണ നീക്കം നടക്കുന്നതായാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. മനോരമ, മാതൃഭൂമി തുടങ്ങിയ ചില മാധ്യമങ്ങൾ, കോൺഗ്രസ് നേതൃത്വം, ജോസഫ് ഗ്രൂപ്പ്, ബിജെപിയിലെ ചില നേതാക്കൾ, ലീഗ് കൂടാതെ ഒരു വിഭാഗം കോൺഗ്രസ് അനുകൂല പുരോഹിതന്മാരും അൽമായരും ഉൾപ്പെടുന്ന ഒരു കൂട്ടായ്മയാണ് ജോസ് കെ മാണിയെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നതെന്ന ആരോപണമാണ് ഉയരുന്നത്. ഈ നീക്കങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണം മാണി രൂപപ്പെടുത്തിയ ശക്തമായ രാഷ്ട്രീയ അടിത്തറ തന്നെയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മറ്റ് കേരള കോൺഗ്രസ് വിഭാഗങ്ങൾക്കില്ലാത്ത ജനപിന്തുണയും സംഘടനാ ശക്തിയും കേരള കോൺഗ്രസ് എം ഇന്നും നിലനിർത്തുന്നുണ്ട്. UDF-ൽ നിന്ന് പുറത്താക്കിയതോടെ പാർട്ടി ഇല്ലാതാകുമെന്ന് കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അതുണ്ടായില്ല എന്നതാണ് ഇപ്പോഴത്തെ അസ്വസ്ഥതയ്ക്ക് കാരണമെന്നാണ് വിമർശനം. PJ ജോസഫിന്റെ കാലശേഷം പാർട്ടി പിളർന്നു പോകുമെന്നും മോൻസ് ജോസഫ് അടക്കമുള്ള നേതാക്കൾ 4 വഴിക്ക് പിരിയുമെന്നും കോൺഗ്രസിന് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ പാർട്ടി ജനസ്വീകാര്യത നിലനിർത്തുകയും മധ്യ കേരള രാഷ്ട്രീയത്തിൽ ശക്തമായ സ്വാധീനം തുടരുകയും ചെയ്യുന്നത് കോൺഗ്രസിന് കണ്ണിലെ കരടായി മാറിയെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. കേരള കോൺഗ്രസിനെ തളർത്തണമെങ്കിൽ ആദ്യം ജോസ് കെ മാണിയെ ലക്ഷ്യമിടണമെന്ന തിരിച്ചറിവാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾക്ക് പിന്നിലെന്നാണ് ആരോപണം. അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ നേതാക്കളുടെ മക്കളെ വിമർശിക്കാത്തവർ പോലും ജോസ് കെ മാണിയെ മാത്രം തുടർച്ചയായി ലക്ഷ്യമിടുന്നുവെന്നാണ് ചൂണ്ടിക്കാട്ടൽ. വിദേശത്ത് പഠിച്ച ചാണ്ടി ഉമ്മൻ അടക്കമുള്ള മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾക്ക് നേരിടേണ്ടി വരാത്ത വിമർശനങ്ങളാണ് ജോസ് കെ മാണിക്കെതിരെ ഉയർന്നതെന്നും വിമർശകർ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സംസാര ശൈലിയും ബോഡി ലാംഗ്വേജിലും അച്ചടി ഭാഷയുടെ അതിപ്രസരം കാണുന്നുവെന്ന പേരിൽ അഹങ്കാരി എന്ന് മുദ്ര കുത്തുന്ന സമീപനമാണ് ഉണ്ടായതെന്നും ആരോപണമുണ്ട്. അതേസമയം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ ചാണ്ടി ഉമ്മൻ രാഹുലിന്റെ പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിന്നപ്പോഴും സ്വന്തം പാർട്ടി സ്ഥാനാർത്ഥിയോട് ഗ്രൂപ്പ് ഈഗോ കാണിച്ചുവെന്ന ആരോപണം ഉയർന്നപ്പോഴും അത്തരം വിമർശനങ്ങൾ ഉണ്ടായില്ലെന്നതും ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാം. മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും പ്രചാരണത്തിന്റെ ഭാഗമാണെന്നാണ് കേരള കോൺഗ്രസ് എം അനുകൂലവാദം. പതിറ്റാണ്ടുകളോളം UDF-ന്റെ ഭാഗമായി ഉറച്ചുനിന്ന പാർട്ടിയെ പുറത്താക്കിയത് കോൺഗ്രസ് ആണെന്നും നിലവിൽ UDF-ൽ തുടർന്നാൽ പാർട്ടിയെ കോൺഗ്രസ് തന്നെ തകർക്കുമായിരുന്നുവെന്നും നേതാക്കൾ പറയുന്നുണ്ട്. പരാജയഭീതിയാൽ മുന്നണി വിട്ടുപോകുന്ന പതിവ് കേരള കോൺഗ്രസ് എമ്മിന് ഇല്ലെന്നും അധികാരത്തിനായി മുന്നണി മാറി പിന്നീട് അതേ മുന്നണിയെ വെട്ടിലാക്കുന്ന പ്രവണതകൾ മറ്റു പാർട്ടികളിലാണ് ഉണ്ടായതെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. LDF-ൽ നിലവിൽ സീറ്റ് തർക്കങ്ങളോ ഉൾക്കലഹങ്ങളോ ഇല്ലാത്ത സമാധാനപരമായ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നതെന്നും UDF-ലെ പോലെ സീറ്റ് നേടാനുള്ള യൂത്ത് ഗ്രൂപ്പുകളുടെ PR പ്രവർത്തനങ്ങൾ പ്രതിരോധിക്കേണ്ട സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടില്ലെന്നും പാർട്ടി വൃത്തങ്ങൾ പറയുന്നുണ്ട്. അതിനാൽ തന്നെ വീണ്ടും മുന്നണി മാറ്റമുണ്ടാക്കുമെന്ന പ്രചാരണം മുഴുവനും സംഘടിത സംഘത്തിന്റെ സൃഷ്ടിയാണെന്നാണ് കേരള കോൺഗ്രസ് എം വിലയിരുത്തുന്നത്. രാഷ്ട്രീയം ജയപരാജയങ്ങൾ നിറഞ്ഞതാണെന്നും ബൈബിളിലെ മുന്തിരിത്തോട്ടത്തിന്റെ ഉപമ പോലെ അവകാശിയായ പുത്രനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന തൊഴിലാളികളെ പോലെയാണ് ജോസ് കെ മാണിയെ ലക്ഷ്യമിടുന്ന ശക്തികളെന്നും പാർട്ടി അനുകൂല വൃത്തങ്ങൾ അഭിപ്രായപ്പെടുകയാണ്.